ഹലോ നമസ്കാരം. റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റ് തുടങ്ങിയാലോ? സമയമായി. ഞാനിവിടെ ഉണ്ട്, ശാലിനി. ഞാൻ എൻ്റെ ഒരു ഓർമ്മ പറഞ്ഞു തുടങ്ങാം. വർഷം 1992. വിയറ്റ്നാം കോളനിയും പപ്പയുടെ സ്വന്തം അപ്പൂസും, ഈ രണ്ട് സിനിമ ഇറങ്ങിയ വർഷമാണ്. അന്ന് എൻ്റെ അച്ഛൻ രണ്ട് സിനിമകളുടെയും ഓഡിയോ കാസ്റ്റ് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ വിയറ്റ്നാം കോളനി എനിക്ക് കിട്ടിയത്. പപ്പയുടെ സ്വന്തം അപ്പൂസ് ആദ്യമേ എൻ്റെ അനിയൻ എടുത്തു വെച്ചു കേട്ടോ. പിന്നെ എപ്പോഴൊക്കെ എനിക്ക് പപ്പയുടെ സ്വന്തം അപ്പൂസിലെ പാട്ട് കേൾക്കണോ അന്നൊക്കെ ഞാൻ എൻ്റെ അനിയൻ്റെ കാല് പിടിക്കണം. ആക്ച്വലി അന്നാണ് ആദ്യമായിട്ട് മമ്മൂട്ടി എന്ന നടൻ എനിക്ക് അന്യനായി പോയത്. പിന്നെ വർഷങ്ങൾ കുറെ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പല പല സിനിമകൾ, പല പല കഥാപാത്രങ്ങൾ, അതിനിടയ്ക്ക് കുറെ അവാർഡുകൾ, അങ്ങനെയൊക്കെ അദ്ദേഹം കൂടുതൽ ജനകീയനായി. എന്നിട്ടും മമ്മൂട്ടി എന്ന നടനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. സത്യം. ഈ തട്ടത്തിന്മറയത് എന്ന് പറഞ്ഞ സിനിമയിലെ അവസാനം ഒരു ഡയലോഗ് ഉണ്ട്, ചില ചില ആഗ്രഹങ്ങള് നമ്മൾ മറന്നാലും പുള്ളി, അതായത് പടച്ചോൻ മറക്കൂലാത്രേ, വർഷങ്ങൾക്ക് ശേഷം സാധിച്ചു തരുന്ന്. എന്താ കേട്ടോ, ഇന്ന് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റില് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ച അഹങ്കാരത്തിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ചുമ്മാ പറയുന്നതല്ല. ആക്ഷേപഹാസ്യത്തിന്റെ പുതിയ മുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന ട്രോളുകളിലൂടെ മമ്മൂക്കയുടെ ഒരുപാട് ഹിറ്റ് ഡയലോഗുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാലും ഒരു മലയാളി എന്ന നിലയ്ക്ക് നമ്മളെല്ലാരും അഭിമാനിക്കുന്ന കുറെ ഡയലോഗ്സ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവും IAS അക്കാദമി വർഷാവർഷം അടവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. അയ്യോ, ഞാനാണെങ്കിൽ ഈ ഡയലോഗിന് സ്റ്റോപ്പ് പറയില്ല കേട്ടോ. ഇത് നായിക പറഞ്ഞതാ. ഈ ഡയലോഗ് പറഞ്ഞത് ദ കിങ് എന്ന് പറഞ്ഞ സിനിമയിലെ ജോസഫ് ഫെലിക്സ് IAS. കാതിൽ ചുവന്ന കല്ല് വെച്ച് കടുക്കനിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. എന്നിലൊരു നടനുണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് അവനായിരുന്നു. അവനിലൂടെയാണ് ഞാൻ ലോകം കണ്ടത്. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അവനായിരുന്നു. ഒടുവിൽ സിനിമ പഠിക്കാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ കാതിലെ കടുക്കനിട്ട കാശുമായി അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. ഇപ്പോഴും കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയിലെ അശോക് രാജിന്റെ ഡയലോഗ് കേൾക്കുമ്പോൾ എനിക്ക് രോമാഞ്ചം വരും. സത്യം. ഇനി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. മലയാളികളുടെ അഭിമാനമായ മലയാള സിനിമയെ താങ്ങി നിർത്തുന്ന രണ്ട് നെടും തൂണുകളിൽ ഒരു തൂണായ സാക്ഷാൽ മമ്മൂക്കയാണ് ഇന്ന് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ എന്റെ ഗസ്റ്റ്. ഞാനൊരു സത്യം പറഞ്ഞു തുടങ്ങാം. റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിന്റെ ചരിത്രത്തിൽ ഒരു ഗസ്റ്റിന്റെ പേര് കേട്ട് എന്റെ ഉറക്കമേ നഷ്ടപ്പെട്ട ഒറ്റ രാത്രി ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. വേണ്ടി വരുന്ന തോന്നണേ. അല്ല, ഈ റേഡിയോ കൂടെ നമ്മളിന്ന് കാണാൻ പറ്റാത്ത എത്ര നന്നായില്ലേ. അല്ലെ എല്ലാരും കാണില്ലേ എന്റെ കൈ കാലൊക്കെ വറക്കണേ. കാണാതെ തന്നെ ആൾക്കാർ ഒത്തിരി പേര് നിങ്ങളെ ഫാൻസില്ലേ. നമ്മളെ കണ്ടിട്ടല്ലേ, കണ്ടുകൊള്ളാമെങ്കിൽ മാത്രമല്ലേ നമുക്ക് ആരാധകരുണ്ടാവുള്ളൂ. നിങ്ങൾ വെറും ശബ്ദത്തിൽ ആളുകളെ മയക്കുന്നതല്ലേ. എന്റെ കോൺഫിഡൻസ് ഇടയ്ക്കിടയ്ക്ക് കൂട്ടണേ. പിന്നെ ഇടയ്ക്ക് അതിനുള്ള പൈസ ഇങ്ങനെ തന്നാ ഈ ശബ്ദത്തിലൂടെ തന്നെ ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാ റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന്. മമ്മൂക്ക, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. ഇംഗ്ലീഷിൽ തന്നെ പറയണല്ലോ. ഞാനും ഇംഗ്ലീഷിൽ തന്നെ സ്വാഗതം ചെയ്തോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതെന്താ കാര്യം എന്നറിയോ, മമ്മൂക്കയാണ് ഈ ആഴ്ചത്തിന്റെ ഗസ്റ്റ് എന്ന് കൺഫേം ആയി കഴിഞ്ഞപ്പോഴേക്കും ഓഫീസിൽ എല്ലാവരും പറഞ്ഞു നിനക്ക് അങ്ങനെ തന്നെ വേണം, എനിക്ക് ഇത്തിരി കൂടുതൽ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് നീ റാഗ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കുറെ കമന്റ്സും പറഞ്ഞു കേട്ടോ. അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു മമ്മൂക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ട്, ആരാദ്യം കണ്ടാലും നന്നായിട്ട് റാഗ് ചെയ്ത് വിടുന്നു. അങ്ങനെയൊന്നുമില്ല, ആൾക്ക് തോന്നുന്നതായിരിക്കും. ചില ചോദ്യങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്ന ഒരു പാവം സാധുവാണ്. വലിയ നടന്മാരൊക്കെ ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ കഥാപാത്രത്തിനെ മനസ്സിലിട്ട് ഇങ്ങനെ ഒരു പരുവത്തിലാക്കിയെടുത്ത് പിന്നെ ആ പടം കൊളാക്കുന്നല്ല, ആ പടം കഴിഞ്ഞിട്ട് അതിന്റെ ഹാങ് ഓവർ കാണുന്നത്. ഈ പടം കഴിഞ്ഞാൽ അതിന്റെ അടുത്ത പടം കഴിഞ്ഞ പിന്നെ ഈ ഹാങ് ഓവർ ഇപ്പൊ ജോപ്പന കഴിഞ്ഞത്, അതിന്റെ ഹാങ് ഓവറേ ഉള്ളൂ. അപ്പൊ CI രാജൻ സക്കറിയുടെ ഹാങ് ഓവർ ഇല്ല കസബേല. CI രാജൻ സക്കറിയായിട്ടൊക്കെ നമ്മൾ വീട്ടിൽ വന്നാൽ കയറ്റുമോ അതൊക്കെ നമ്മൾ ക്യാമറ ആക്ഷൻ കട്ട് കഴിഞ്ഞാൽ തീർന്നു. ഈ സിനിമയുടെ ടീസറൊക്കെ കണ്ടപ്പോ ഒരു പോലീസ് കഥാപാത്രം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് മീശയൊക്കെ പിരിച്ച്. മീശയൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്. മീശ കണ്ടില്ലേ? നല്ല കട്ടിയുള്ള മീശ, അതിന്റെ കൂടെ തന്നെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അധികം ചിരിക്കാത്തൊരു മുഖഭാവമൊക്കെയാണ്. ഈ ഒരു മാനറിസം ആരുടെ ആയിരുന്നു? അത് നിതിൻ പറഞ്ഞ തന്നെ? അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നമ്മളെല്ലാം കൂടെ ആലോചിച്ചുണ്ടാക്കുന്നതാണ്. ഞാൻ തന്നെ കാലത്ത് ഇതും മുടിയും വെട്ടി അങ്ങോട്ട് ചെയ്യുന്ന കാര്യമില്ല, നമ്മളെല്ലാരും കൂടി ഇരുന്ന് ആലോചിക്കുന്നതല്ലേ. അപ്പൊ ഇതിന്റെ ഇംപ്രവൈസേഷൻ ഒക്കെ നടത്താമല്ലോ നമുക്ക്. ഇംപ്രവൈസേഷൻ നടത്താൻ എല്ലാവരും ചെയ്യാറില്ലേ? ഇംപ്രവൈസേഷൻ ചെയ്യാറുണ്ട്. മനോധർമ്മം എന്ന് പറയും. മനോധർമ്മം അനുസരിച്ചിട്ടാണ് ഈ പോലീസ് വേഷം ചെയ്തിരിക്കുന്നത്. എന്താ കോടതി ചോദിക്കുന്നത്? മനോധർമ്മം അനുസരിച്ചിട്ടാണോ പോലീസ് വേഷം ചെയ്തിരിക്കുന്നത്? മനോധർമ്മം അനുസരിച്ചിട്ടല്ല, കഥ അനുസരിച്ചിട്ടാണ്. അങ്ങനെയല്ല, കുറെ പോലീസ് വേഷം ചെയ്തിട്ടില്ലേ? അപ്പൊ നമ്മളെപ്പോഴും ഒരു പോലീസ് വേഷം മറ്റേ പോലീസ് വേഷം തമ്മിൽ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ലല്ലോ. അതൊന്നും ആരും അറിയില്ല, ആൾക്കാർ കണ്ടുപിടിക്കും. രണ്ടും കൂടെ അപ്പാണ് കാണുന്നത്. കുറെ കഴിഞ്ഞിട്ടായിരിക്കും, ഒരു ദിവസം കഴിഞ്ഞായിരിക്കും മറ്റേ പടം പിന്നെ വീണ്ടും ഒന്ന് കാണുന്നത്. വല്ല സിമിലാരിറ്റി ആണ്. പോലീസ് വേഷത്തിലൊക്കെ ഞാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് ഏറ്റവും വലിയ സിമിലാരിറ്റി അല്ലേ? എന്നാലും മനഃപൂർവ്വമായിട്ടൊന്നും സിമിലാരിറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് മാറ്റാൻ പറ്റാത്തൊക്കെ എന്നെ മാറ്റാൻ പറ്റില്ലല്ലോ. അല്ലാത്ത സിമിലാരിറ്റി ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ നടക്കുന്നതൊക്കെ ഞാൻ
നിതിന്റെ കാലും കൈയും, ശബ്ദം എന്റേത്, മുഖം എന്റേത്. അപ്പൊ കുറെയൊക്കെ സിമിലാരിറ്റി ഉണ്ടാവും. നിതിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു ഈ ഒരു മാനറിസത്തില്? നിതിന്റെ സമ്മതം തന്നെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. ഇതിന്റെ ടീസറിൽ ആദ്യം തന്നെ കാണിക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ ആദ്യം തന്നെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നതല്ലേ, ചാട്ടമൊക്കെ ഉണ്ട്. ഒരു ചാട്ടമൊക്കെ അങ്ങനെ ഉണ്ട്, ഇടക്കിടക്ക് ഉള്ളിൽ നിന്ന് ചാടും. നടക്കുന്നതൊക്കെ അങ്ങനെയാണ്. അത് സ്ക്രിപ്റ്റ് ആവശ്യപ്പെട്ടിട്ടാണോ അതോ അങ്ങനെ സ്ക്രിപ്റ്റിൽ ഒരു അങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടുണ്ടാവില്ല. സ്ക്രിപ്റ്റിൽ കോസ്റ്റ്യൂം ആദ്യം നമ്മൾ കൈ മടക്കി വെക്കുന്നതായിരുന്നു. ഒരുപാട് ഫുൾ സ്ലീവ് ഇട്ടിട്ട് അത് മടക്കി വെച്ച് ഇങ്ങനെ റൗഡിയെ പോലെ കയറ്റി വെക്കുന്നതാണ് ആദ്യം ആലോചിച്ചത്. അത് വേണ്ട, പിന്നെ അത് ഭയങ്കര സ്റ്റിഫായിട്ട് തോന്നും. അതുകൊണ്ട് ഇത് ലൂസാക്കിയിട്ട് കുറച്ച് മാത്രം വെച്ചിട്ട് മടക്കി വെക്കുന്ന പോലെയാണ്. പിന്നെ പാൻറ്റൊക്കെ ലോ വേസ്റ്റും, പിന്നെ ഒരുപാട് ടക്കിൻ ചെയ്താലും ലൂസായിട്ട് കിടക്കണം. പാൻറ് ഒരുപാട് ടൈറ്റ് ആകാൻ പാടില്ല, ലൂസായിരിക്കണം. അങ്ങനെ ഒരു അത്ര വലിയ ഡ്രസ് സെൻസും കോൺഷ്യസ് ആയിട്ട് നടക്കുന്ന ഒരാളല്ല. കുറച്ച് ഉഴപ്പുള്ള ഒരാളാണ്. അത്യാവശ്യം മദ്യപാനം, സിഗരറ്റ് പിന്നെ മറ്റു ഗുണഗണങ്ങളൊക്കെ എല്ലാ ഗുണഗണങ്ങളും ഉള്ള ആളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ലുക്ക് വരാനായിട്ട് അയാൾ ഈ കാര്യങ്ങളും ശ്രദ്ധിക്കാത്ത ആളായിരിക്കും. അങ്ങനെയാണ് അതിൽ വന്ന് പെട്ടത്. ഇപ്പൊ കുറേ പോലീസ് വേഷം ചെയ്തിട്ടുണ്ടല്ലോ. അല്ല ശരി, അത്യാവശ്യം പോലീസ് വേഷമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അത്രയും പോലീസ് വേഷത്തിൽ നിന്ന് ഈ CI രാജൻ സക്കറിയ എങ്ങനെയാ വ്യത്യസ്ത ആവണേ? ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാലമാണ്. നമ്മൾ ആദ്യം ആവനാഴ് ചെയ്യുന്ന ഒരു 10-28 കൊല്ലെങ്കിലും ആയിക്കണം. അതിനുശേഷം വന്നപ്പോൾ ആദ്യം ജവനികയിൽ പോലീസ് ചെയ്തു. ഞാൻ അതിനേക്കാൾ മുമ്പ് ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ പേര്, മറന്നുപോയി. യവനികയ്ക്ക് മുമ്പ് അങ്ങനെ ഒരു പോലീസ് ഓഫീസർ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇടക്കിടക്ക് പോലീസ് വന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ വെച്ചാൽ ഇതിന്റെ ഒരു നമ്മളൊക്കെ നടന്ന നിലയിൽ നമുക്ക് വളരുന്നുണ്ട്. ഓഡിയൻസിന്റെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കഥാസന്ദർഭങ്ങൾ, സിനിമ ഉണ്ടാക്കുന്ന രീതി, സിനിമയിൽ പറയുന്ന വിഷയങ്ങൾ ഈ കാലത്തിന് ഒത്തതായിരിക്കണം. അന്നത്തെ കാലത്ത് നടക്കുന്ന ക്രൈം ആയിരിക്കില്ല ഇപ്പൊ നടക്കുന്ന ക്രൈം. പുതിയ ക്രൈം അല്ലേ. അപ്പൊ അതനുസരിച്ചിട്ട് കഥയും മാറും, കഥാപാത്രങ്ങളും മാറും, കഥാസന്ദർഭങ്ങളും മാറും. അപ്പൊ ആ വ്യത്യാസം ഒരുപാടുണ്ട്. 40ഓളം പുതുമുഖ സംവിധായകരെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇല്ലേ? രക്ഷപ്പെട്ടു, അതെങ്കിലും കുറവാണല്ലോ കാണാൻ സാധ്യത. സംവിധായകര് ഉണ്ടാവും. അതിലെ ലേറ്റസ്റ്റ് അഡീഷൻ ആണ് ഇപ്പൊ നിതിൻ രഞ്ജി പണിക്കർ. എങ്ങനെ നിതിൻ വന്ന് സ്റ്റോറി പറഞ്ഞപ്പോ അപ്പത്തനൊക്കെ പറഞ്ഞു? ഒക്കെ പറയുമായിരുന്നു. പിന്നെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇത് റിവൈസ് ചെയ്ത് ഒരുവിധം നമുക്ക് തൃപ്തിയായതുകൊണ്ട് ഓഡിയൻസിന് തൃപ്തിയാവണമെന്നില്ല. നമ്മുടെ ഒരു ബുദ്ധി ഒക്കെ വെച്ചിട്ടുള്ള ഒരു വലിയ കുഴപ്പം പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണല്ലോ എല്ലാ സിനിമയും ചെയ്യുന്നത്. ചിലത് ചിരി പോവും, ചിലത് ഒക്കും. എത്ര അശ്വിന്റെ മടക്കി വെച്ചു? അല്ല, അങ്ങനെ എണ്ണി വെച്ചിട്ടൊന്നുമില്ല. അവൻ കുറെ പോയി അവൻ പറഞ്ഞിട്ട് അതിനനുസരിച്ച് കാര്യങ്ങളെ കറക്റ്റ് ചെയ്ത് വരുമ്പോൾ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായതാണ്. ഈ അടുത്ത് ഞാൻ അൻവർ റഷീദായിട്ടും ഡയറക്ടർ മാർത്താണ്ഡനായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, അവരുടെ ആദ്യത്തെ പടം മമ്മൂക്കയെ വെച്ച് ചെയ്യണത് എപ്പോഴും നല്ല, ഏതൊരു പുതുമുഖ സംവിധായകനാണെങ്കിലും മമ്മൂക്കനെ വെച്ച് ചെയ്യണം, നല്ല മൈലേജ് കിട്ടും, പിന്നെ കരിയറിലൊക്കെ അടിപൊളിയാണ്. ശരിക്കും അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയല്ല പറഞ്ഞത്, അവർക്ക് എപ്പോഴും കരിയറിൽ ഒരു ഒത്തിരി മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെ തരുന്ന ആളാണ്. അതുകൊണ്ട് എപ്പോഴും മമ്മൂക്കനെ വെച്ച് ചെയ്യണം നല്ലത്. അങ്ങനെയൊക്കെ താല്പര്യമുണ്ടോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. ഡയറക്ഷൻ ഇപ്പൊ അറിയാം എന്തിനാ? അതൊന്നും ആരും അറിയില്ല. എന്തായാലും അവർ ഇത്രയും പൊക്കി പറഞ്ഞല്ലോ, അപ്പൊ വേണമെങ്കിൽ തിരിച്ചു അവരെയും പൊക്കി പറയാലോ. അവരെ പൊക്കി പറയണ്ട, അവരെ ഞാൻ പൊക്കി വെച്ചിരിക്കല്ലേ. ഇനിയിപ്പോ പൊക്കി കഴിഞ്ഞാൽ അവരെ താഴ്പോയല്ലോ. ഒരുപാട് പേര് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ സംവിധായകർ മാത്രമല്ല, അല്ലാതെ തന്നെ ഇപ്പം ആക്ടേഴ്സിന് എടുക്കുകയാണെങ്കിലും ടിനി ടോം ഉണ്ട്, സുരാജ് വെഞ്ഞാറമൂട് ഉണ്ട്, അവർക്ക് അവന്റെ എന്തെവിടെയെങ്കിലും ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാരില്ല, അവർ എന്തെങ്കിലും പ്രൂവ് ചെയ്ത ആൾക്കാരില്ല വരുന്നത്. അപ്പൊ അവർക്ക് ഞാൻ തന്നെ വിളിച്ചില്ലെന്നും ആരെങ്കിലും വിളിക്കും. അപ്പൊ നമ്മൾ തന്നെ ആദ്യം വിളിച്ചേക്കാന്ന് വിചാരിച്ച് വിളിക്കുന്ന. എന്താ മമ്മൂക്ക റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ മാനദണ്ഡം വേണ്ട പറയൂ, കേക്കട്ടെ. ഇതുപോലെ ആരെങ്കിലും വേണം റെക്കമെൻഡ് ചെയ്യാം. അതിനൊന്നും മാനദണ്ഡങ്ങൾ നോക്കാൻ പറ്റുമോ? ഇതിനിപ്പോൾ അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം, 2-3 മാസം എക്സ്പീരിയൻസ് വേണം, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കണ്ട നമ്മളൊരു കഥ പറയുമ്പോൾ ഒരു സംവിധാനം ഈ ആൾ ചിലപ്പോൾ ഈ വേഷത്തിൽ ചിലപ്പോൾ ഭംഗിയായിരിക്കും, ഇങ്ങനൊരു ആളുണ്ട് നോക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നതേ ഉള്ളൂ. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് റെക്കമെൻഡേഷൻ ഒന്നുമില്ല. അങ്ങനെ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ ആൾക്കാർ വരും. എനിക്കണ്ട് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്നാലും ഇവരൊക്കെ ഓൾറെഡി ടിവിയിലും അല്ലാതെ സ്റ്റേജ് ഷോസിലൊക്കെ തിളങ്ങി നിൽക്കുന്നതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരെന്തെങ്കിലും പ്രൂവ് ചെയ്ത ആൾക്കാരായിരിക്കും. നമുക്ക് ഒരാളോട് പറയുമ്പോൾ ആരാതെന്ന് ചോദിക്കേണ്ട ആവശ്യം പറ്റില്ല. ഇന്ന ആളെന്ന് നമുക്ക് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരാളാകുമ്പോൾ എളുപ്പമല്ലേ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ പോലെ റേഡിയോ ബാങ്കിൽ ശാലിനി എന്നൊരു കുട്ടിയുണ്ട്. കൊച്ചുകുട്ടിയല്ല, വലിയ കുട്ടിയാണ്. വലിയ കുട്ടികളുടെ റോളുണ്ടെങ്കിൽ നമുക്ക് അഭിനയിപ്പിക്കാം. വായാടിയാണ്, ഒരുപാട് സംസാരിക്കും, വേറെ ആരെയും സംസാരിക്കാൻ സമ്മതിപ്പിക്കില്ല എന്നൊക്കെ വേണേ ഞാൻ പറയണോ? എന്റെ പണി തെറിക്കും. എന്തെങ്കിലും ഒരു പെർഫോമിംഗ് ഏരിയയിലുള്ള ഒരാണല്ലോ സിനിമയിൽ വരുന്നത്. അല്ല, എന്റെ പോയിന്റ് വിട്ട് ഇറങ്ങിയിരിക്കണം. ഒരു അഡ്വക്കേറ്റിനോട് സംസാരിക്കുമ്പോൾ ലോ പോയിന്റ് ഒക്കെ വെക്കട്ടെ. അതാണ് പോയിന്റ്. ഇപ്പൊ എവിടെ പൂട്ടാനുള്ള ഉദ്ദേശമാണ് നമ്മളെ? ഞാൻ ചോദിച്ചൊന്നുമില്ല, അറിയാനുള്ള ആഗ്രഹം കൊണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് പേര് വിചാരിക്കട്ടോ, എന്നാലും ജ്വല്ലിന് മമ്മൂക്ക റെക്കമെൻഡ് ചെയ്തില്ലേ, അല്ലെങ്കിൽ ടിനി ടോമിനെ റെക്കമെൻഡ് ചെയ്തില്ലേ, എന്നെ റെക്കമെൻഡ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് വിചാരിക്കണ്ടാവുമല്ലോ. ഒന്നും ചെയ്യണ്ട, അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ചെയ്താൽ മനസ്സിലാവില്ല ആൾക്കാർ. ടിനി ടോം എന്തോരം ഷോ ചെയ്ത ആളാ. ചെറിയ റോളുകൾ അഭിനയിച്ചിട്ടുണ്ട് ടിനി. നേരത്തെ ഫ്രാഞ്ചേട്ടനിൽ ഒരു വലിയ റോൾ ചെയ്യുന്നുള്ളൂ. ടിനി എന്റെ കൂടെ വേറെ ചെറിയ റോൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെയും സ്പോട്ട്ലൈറ്റിൽ വന്നപ്പോഴും എന്റെ അടുത്ത് ഇപ്പം മാർത്താണ്ഡനാണെങ്കിലും അല്ലെങ്കിൽ ടിനി ടോം എന്തോരം പടം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പടം എല്ലാവരും കൂടെ അറസ്റ്റ് ചെയ്തു. 16 വർഷം അറസ്റ്റ്. മാർത്താണ്ഡൻ ഇപ്പൊ അൻവർ റഷീദിന്റെ കൂടെ അറസ്റ്റ് ഉണ്ട്. അൻവർ റഷീദിന്റെ കാലത്ത് പഠിച്ചിരുന്ന ആളാ. അൻവർ റഷീദും നമ്മുടെ
അമലോ കൂടെ മാർത്താണ്ഡനെ വേറെ പാർട്ടിയായിരുന്നല്ലോ, രണ്ട് കോളേജ് പഠിക്കുമ്പോൾ പാർട്ടിയാണ്, യൂണിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അവര് അസിസ്റ്റന്റ് ആയിട്ട് പോയി അവർ വർക്കൊക്കെ ചെയ്യുന്നു. വാർത്താണ്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, അൻവറിനോട് എനിക്ക് ഭയങ്കര അസൂയ, കാരണം എൻ്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് നടന്നവനാണ് പെട്ടെന്ന് ഒരു ദിവസം മമ്മൂക്ക് ഡേറ്റ് കൊടുത്തത്, അപ്പൊ ഞാനും മമ്മൂക്കയുടെ ഡേറ്റ് വാങ്ങിക്കുന്നു. അല്ല, അവരൊക്കെ ഒരേ സ്ഥലത്തുണ്ടായിരുന്നു, ഒരേ കാലത്ത് പഠിച്ചിരുന്നവരെ. ഇവര് വേറെ പാർട്ടി, അവര് വേറെ പാർട്ടി. മാർത്താണ്ഡനൊക്കെ പോയിട്ട് വഴക്കുണ്ട ഐഡിയ ഉണ്ടായിട്ടുണ്ട്. ഈ അൻവർ ഇത്രയുള്ള കുഞ്ഞ് അനിവർ പോയിട്ട് മാർത്താണ്ഡനെ ഇടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് അവര് തന്നെ പറയണം. കസബ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് ആദ്യമായിട്ട് ന്യൂസ് വന്നപ്പോൾ തൊട്ട് ഞാൻ ഈ കസബയെ കുറിച്ച് കുറെ അന്വേഷിച്ചു, എന്താ ഈ കസബ എന്ന്. കാരണം നമ്മൾ കുറെ കസബ പോലീസ് സ്റ്റേഷൻ കേട്ടിട്ടുണ്ടല്ലോ, പക്ഷെ എനിക്ക് ഗൂഗിൾ നോക്കിയിട്ട് ഒന്നും മനസ്സിലായില്ല. എന്താ ഈ കസബ പറഞ്ഞ? ഈ കസബ എന്ന് പറഞ്ഞാൽ ഒരു പഴയ കാലത്ത് ഇപ്പൊ അജൂർ കച്ചേരി, താലൂക്ക് കച്ചേരി, അങ്ങനത്തെ കുറെ കച്ചേരി ഓഫീസുകളുണ്ട്. ആ ഓഫീസുകളുടെ കൂട്ടത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ കാണും. ആ എല്ലാത്തിന്റെയും കൂടെ ഉള്ള ഒരു കോംപ്ലക്സ്, അതിനാണ് കസബ എന്ന് പറയുന്നത്. അപ്പൊ കസബയിലുള്ള പോലീസ് സ്റ്റേഷൻ കസബ സ്റ്റേഷൻ എന്ന് പറയും. ഇപ്പോഴും ഈ നോർത്ത് പോലീസ് സ്റ്റേഷൻ പറയുന്നത് കസബ സ്റ്റേഷൻ എന്നാണ്. ആ ബാക്കിയുള്ളതെല്ലാം പോയി, പോലീസ് സ്റ്റേഷൻ മാത്രം അവിടെ ഉണ്ട്. അതുപോലെ ഇതൊരു ബോർഡർ ഏരിയയിലുള്ള ഒരു കസബയിലുള്ളതാണ് ഈ പോലീസ് സ്റ്റേഷൻ. അവിടെ ഈ പോലീസ് സ്റ്റേഷൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ കസബ എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ ഒരു സുഖമുള്ളതല്ലേ, അതുകൊണ്ട് ചുമ്മാ ഒരു കസബയുടെ പേരെങ്ങനെ ഇടുന്നതിലൊക്കെ അങ്ങനെ എവിടെന്നെങ്കിലും ഒക്കെ പേര് വരും. നമുക്ക് സജസ്റ്റ് ചെയ്യാറില്ലേ സിനിമയ്ക്ക് പേര്? പേര് സജസ്റ്റ് ചെയ്യല്ല, നമുക്ക് എല്ലാവരെയും പോലെ എല്ലാ അവകാശവും ഉണ്ട്. നമുക്ക് ഒരു സിനിമയിൽ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ആക്ടേഴ്സിനും റൈറ്റേഴ്സിനും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ നമുക്ക് പറഞ്ഞ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് ആരെങ്കിലും ഈ പേര് മതി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ പൊട്ടപ്പേര പറഞ്ഞിട്ടുണ്ടോ? പൊട്ടപ്പേരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ പേര് തന്നെ വേറെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു സിനിമയ്ക്ക് ഇട്ടൊരു പേര്, ഏതാന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ഒരു സിനിമയ്ക്ക് ഇട്ട പേര് ആ സിനിമയ്ക്ക് ആ ഡയറക്ടർ ഇട്ടിട്ടില്ല, വേറെ പേരിട്ടു. ആ സിനിമ ഞാനറിയാതെ തന്നെ ഒരു പേരായിട്ട് വന്നപ്പോ ഇറങ്ങാൻ പോണ സിനിമയുടെ പേരതാണ്. ഞാൻ ഇപ്പൊ പറയുന്നത് ഒന്നും പറയില്ല. നോ കൂളു എന്നാണ് റിലീസ് എന്ന് പറഞ്ഞാൽ അതും പറയില്ല. സിനിമയുടെ പേര് പറയില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പറയില്ല എന്നല്ലേ പറയാം, പിന്നെ ഒന്നും പറയില്ല. നോ കുളു ആരാ അഭിനയിക്കണെന്ന് പറഞ്ഞ അതും പറയില്ല. ഇതെന്തിനു വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അറിയുന്നത്? നമ്മള് ചോദ്യോത്തരമായിട്ട് ഇറങ്ങിയതല്ലേ? ആണ് ചോദ്യം മാത്രം ചോദിച്ചോണ്ടിരുന്നാൽ എങ്ങനെ? ഒരു ഉത്തരം കൊണ്ട് തൃപ്തിയാവണ്ടേ? അടുത്തത് ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ രഞ്ജി പണിക്കരുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ നിതിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവര് തമ്മിലുള്ള വലിയൊരു വ്യത്യാസം എന്താ തോന്നുന്നത്? അല്ലെങ്കിൽ മേക്കിങ്ങിലുള്ള ഒരു മെയിനായിട്ടൊരു വ്യത്യാസമുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. അച്ഛനും മോനോ? അതെ, അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ എന്തൊരു വ്യത്യാസമാണ് അച്ഛനും മോനും അല്ലേ, ഭയങ്കര ഡിഫറൻസ്. അതാണ് പ്രധാനമായിട്ട് ഞാൻ കണ്ടുപിടിച്ചത്. മേക്കിങ്ങില് പറയൂ. മേക്കിങ്ങിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ക്യാമറ വെച്ചിട്ട് സിനിമ എടുക്കുന്നത്, രണ്ടുപേർക്കും സ്ക്രിപ്റ്റ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവർക്കും രണ്ടുപേരും അങ്ങനെ വലിയ വ്യത്യാസം ഇല്ല. പിന്നെ ക്യാമറ വെക്കുന്ന സ്ഥലം, ആംഗിള്, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. അതിപ്പോൾ കൃത്യമായിട്ട് ഞാൻ നോക്കി വെച്ചിട്ടില്ല, അതുകൊണ്ട് സോറി, അതിനെപ്പറ്റി ഡീറ്റെയിൽ ചോദിക്കരുത്. ശരി, എന്നാ രഞ്ജി പണിക്കറിന്റെ സിനിമയിലൊക്കെ ഈവൻ പോലീസ് വേഷങ്ങളാണെങ്കിലും ഒക്കെ നെടുനീളം ഡയലോഗൊക്കെ ആയിട്ടാണല്ലോ. അതില്ല, ഇല്ല, അതില്ല. അത് ശരിയാ, ഞാൻ അത് ആലോചിച്ചല്ലോ. ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ. അതുകൊണ്ട് കേട്ടോ വ്യത്യാസം. നെടുങ്ക ഡയലോഗൊന്നുമില്ല, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഡയലോഗുകളും ചെറിയ ചെറിയ പഞ്ചസും ഉള്ളൂ. തൊണ്ടപൊട്ടി പറയുന്ന ഡയലോഗൊന്നുമില്ല, ശ്വാസം മുട്ടൊന്നുമില്ല. അങ്ങനത്തെ ഡയലോഗിന്റെ കാലമൊക്കെ കഴിഞ്ഞു എന്നാണോ, അതോ ആവശ്യമില്ലാത്തതുകൊണ്ടാണോ സ്ക്രിപ്റ്റില്? അല്ല, അത് ആൾക്കാർ കണ്ടില്ലേ, പിന്നെ അത് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാൽ ഇങ്ങനെ വേറെ ഒന്ന് പറഞ്ഞു നോക്കാന്ന് വിചാരിച്ച് പറഞ്ഞ ആയിരിക്കും. ഇതിപ്പോ നിതിന്റെ ഫസ്റ്റ് മൂവിയാണല്ലോ, അപ്പൊ ഒരു പേടിയൊക്കെ ഉണ്ടാവില്ല ഇത്രയും സീനിയർ ആക്ടറിനെ ഒക്കെ വെച്ചിട്ട് അഭിനയിപ്പിക്കും? എന്താ പേടിപ്പിക്കാന്ന്, നമ്മുടെ മറ്റേ പറഞ്ഞ പോലെ ഉമ്മാക്ക് കാണിച്ച് പേടിപ്പിക്കാന്ന് പറഞ്ഞു, അങ്ങനത്തെ ഒരാളാണോ ഞാൻ? എനിക്ക് അറിഞ്ഞൂടാ, സ്പോട്ട്ലൈറ്റിൽ ആര് വീഴുമ്പോഴും മമ്മൂക്കയെ കുറിച്ച് പറയുമ്പോൾ ഇത്തിരി ബഹുമാനം കൂടുതലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ ആവശ്യമില്ലെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ നിതിന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വന്ന് തുറന്നു പറയുകയൊക്കെ ചെയ്യും, ആ അഭിനയിച്ചൊന്നും ശരിയായില്ല കേട്ടോ എന്നൊക്കെ പറയോ? ഓക്കെ പറയോ? പറയുന്ന പോലെ ചെയ്യും. ആണോ? ചിലർക്ക് പേടിയൊക്കെ ഉണ്ടാവുമല്ലോ, ഇത്രയും സീനിയർ ആയിട്ടുള്ള ആക്ടറിന്റെ അടുത്ത്. അതൊക്കെ അങ്ങനെയൊക്കെ സീനിയർമാരായി കഴിഞ്ഞാൽ നമ്മൾ ഒരു കാലത്തും ഗുണം വരില്ല. നമുക്ക് ചെയ്യുന്ന എല്ലാം, നമ്മൾ ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരെണ്ണം തന്നെ ചെയ്യുള്ളൂ. ഈ 35 കൊല്ലമായിട്ട് ഒരെണ്ണം തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ആളുകൾ ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മളെ തിരുത്തുകൊണ്ടാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ ചിലതൊന്നും മാറ്റിയെടുക്കണമെന്ന്. അങ്ങനെയൊക്കെയാണ് നമ്മൾ റീഇൻവെന്റ് ചെയ്യുന്നത്. ഇവർക്ക് എങ്ങനെയാ വന്ന് പറയാ, കൊള്ളില്ലാതെ? അതൊക്കെ ആ ബഹുമാനമൊക്കെ ഇല്ലാതൊന്നും പറയത്തില്ല. അത് നമുക്ക് വേറെ ഒന്ന് ട്രൈ ചെയ്താലോ. അത് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, കവി ഉദ്ദേശിച്ചത് വേറെയാണെന്ന് പറയും. പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ടല്ലോ, ഉണ്ടല്ലോ ഇഷ്ടംപോലെ. ജീവിതത്തിൽ ശരിക്കും കള്ളനെ കണ്ടിട്ടുണ്ടോ? കള്ളിയെ കണ്ടിട്ടുണ്ട്. എന്തിനുണ്ട് നോക്കണേ? അല്ലേ, കള്ളിയെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്നെ കണ്ട ഒരു കള്ളലക്ഷണമൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളല്ലേ. ശരിക്കും പറയൂ, കള്ളനെ കണ്ടിട്ടുണ്ടോ? ഞാനൊരു വക്കീലായിരുന്നു, അപ്പൊ കോടതി ഒരുപാട് കള്ളന്മാർ വന്നിട്ടുണ്ട് കേസിന്, അങ്ങനെ കണ്ടിട്ടുണ്ട്. ഷൂട്ടിംഗ്, ഇന്റർവ്യൂ, മീറ്റിംഗ്, ഇതൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ എന്താ മമ്മൂക്കയുടെ ഒരു ദിവസം എങ്ങനെ പോണേ? വേറെ എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും. വേറെ ജിമ്മിൽ പോവാ അങ്ങനെ ഒന്നുമില്ല? ജിമ്മിലൊക്കെ എല്ലാ ദിവസം പോവല്ലോ. അപ്പൊ ഒരു ഷൂട്ടിങ്ങും ഇല്ല, മീറ്റിംഗും ഇല്ല, ഇന്റർവ്യൂ ഇല്ല. കാലത്ത് എഴുന്നേറ്റ് അല്ലേ, കാലത്ത് എഴുന്നേറ്റ് ജിമ്മിൽ പോയിട്ട് വൈകുന്നേരം വരുമോ, ഉച്ചക്കൂണ് കഴിച്ചിട്ട് പിന്നെയും ജിമ്മിൽ. മനുഷ്യനെ നാണം കെടുത്തരുത് പ്ലീസ്. ഞാൻ നാണം കെടുത്തില്ല, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ. എപ്പോ എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും കൂടെ കൂട്ടാറുള്ളത് ആരെയാണ്? വേറെ ആരെ കൂട്ടാൻ? എന്റെ ഭാര്യ മക്കളും അല്ലേ ഉള്ളൂ. ചോദിച്ചേ ഉള്ളൂ. അത് എന്റെ കാറുണ്ടാവും, ചിലപ്പോൾ കാറിലാണ് ഡ്രൈവർ ഉണ്ടാവും, ഡ്രൈവറില്ലാതെ ഞാൻ പോകില്ല. വാട്സാപ്പ് ഉപയോഗിക്കാറുണ്ടോ? യെസ് ഓർ നോ? യെസ്. പിന്നെ ചോദ്യം ചോദിക്കരുത്. ഡിസ്പ്ലേ പിക്ചർ മാറ്റുന്നത് ദിവസം, മന്ത്ലി, വീക്ക്ലി? ഒറ്റ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം. വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ട്, യെസ്, കഴിഞ്ഞു. വാട്സാപ്പിന്റെ ചോദ്യം കഴിഞ്ഞു. ഇല്ല, ഇത് അടുത്ത ചോദ്യം. ഇത് ഡിസ്പ്ലേ പിക്ചറിന്റെ ചോദ്യം. ഡിസ്പ്ലേ പിക്ചർ വേറെ, വാട്സാപ്പ് വേറെ.
ഇപ്പൊ എന്താ ഡീപ്പ് ഇട്ടിരിക്കണേ? ഓർമ്മയില്ല, ചുമ്മാ സത്യമായിട്ട് ഓർമ്മയില്ല. ഇപ്പൊ എന്താ ഇട്ടിരിക്കുന്നത്? എനിക്കറിയില്ല എന്താ ഇട്ടിരിക്കണേ. എനിക്കറിയാവുന്ന എനിക്ക് മമ്മൂക്കയുടെ നമ്പർ ഇല്ല, തരുമോ? നമ്പർ ആരോട് ചോദിച്ചാലും പറഞ്ഞു. എനിക്കിപ്പോ ഇതിൽ കൂടെ പറയണ്ടെന്ന് വെച്ചിട്ടാ. വേണ്ട, ഇത് മൈക്ക് ഓഫ് ചെയ്തിട്ട് എനിക്ക് തരുമോ? ശരി അതന്നെ. ശരി, സ്വന്തം പേജിൽ വരുന്ന കമന്റ്സ് നോക്കാറുണ്ട്? യെസ് ഓർ നോ? യെസ് ഓർ നോ. ചിലപ്പോൾ നോക്കും, ചിലപ്പോൾ നോക്കൂല. യെസ് ഓർ നോ അപൂർവമായിട്ട് വായിക്കാം. ശരി, ഇനി ഞാൻ കുറച്ച് ക്യാരക്ടറിനെയും പറയാട്ടോ. അത് ഏത് സിനിമയിലെന്ന് ഓർമ്മയുണ്ടോ നോക്കട്ടെ. എനിക്കറിയാം, എങ്ങനെ നിങ്ങൾക്കല്ലേ ഓർമ്മ ഉണ്ട്? അത് പറ്റില്ല. ഞാനിതൊക്കെ ഓർക്കണം എന്തിനാ? അങ്ങനത്തെ പരീക്ഷക്കൊന്നും ഞാനില്ല. 1.5 മാസമൊക്കെയല്ലേ ഒരു സിനിമയുടെ ഷൂട്ട് ചെയ്യാൻ, പിന്നെ ഓർത്തിരിക്കണ്ടേ? 30 കൊല്ലമായി സിനിമയിൽ അഭിനയിക്കുന്നത്. അത് സാരമൊന്നുമില്ല. നോക്കൂ, SI ഷൺമുഖൻ ഏത് സിനിമയിലെ? SI അല്ല, അയാള് വെറും കോൺസ്റ്റബിൾ ഷൺമുഖൻ. അത് തന്നെ, കോൺസ്റ്റബിൾ ഷൺമുഖൻ. ആവശ്യമില്ലാത്ത വർത്തമാനം ഇല്ല, പറയൂ. കോൺസ്റ്റബിൾ ഷൺമുഖൻ ഏത് പടത്തിലാന്ന് പറ. SI ഷൺമുഖൻ ഞാൻ അഭിനയിച്ചിട്ടില്ല. ബ്ലാക്ക്. അടുത്തത് ആന്റണി സൈമൺ. ആന്റണി സൈമൺ. ആന്റണി എന്ന് പറഞ്ഞാൽ അഭിനയിച്ചിരിക്കുന്ന ഒരു പടം, ക്യാരക്ടർ ഒന്ന് ആന്റണി പണ്ട് വിശ്വംഭരൻ സാറിന്റെ ഒരു പടമാണ്. പിന്നെ ജോഷി സാറത്തിൽ ഇതിനൊക്കെ അഭിനയിച്ച തോറ്റില്ല പടത്തിന്റെ. ആന്റണി സൈമൺ എന്നല്ല, പോലീസല്ല. ആന്റണി സൈമൺ ഫേസ് ടു ഫേസ് ആന്റണി സൈമൺ ആണ്. ഡാഡി കൂൾ. ശരിയായി. പോലീസിന്റെ ഏതാണ് ഈ പറയുന്നത്? പറയും. അപ്പൊ തോറ്റു. സമ്മതിക്കൂ, തോറ്റു. പറഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു പേരുണ്ടല്ലോ. ഞാനല്ലേ പറഞ്ഞേ. ആ മാർക്കെടുത്തോ? എനിക്ക് വേണ്ട. തോറ്റു. അപ്പൊ അത് സമ്മതിക്കണം. എന്തായാലും സമ്മതിച്ചു. അടുത്തത് നരേന്ദ്രൻ. ഇത് രൗദ്രം. പെരുമാളോ? പെരുമാൾ ഓഗസ്റ്റ് മാത്രമല്ല, ഒരു ഡേറ്റ് ഒക്കെ ഉണ്ട്. ഓഗസ്റ്റ് 1, 15. കറക്റ്റാ. ഈ സ്പോട്ട്ലൈറ്റിൽ തന്നെ ആര് വന്നാലും ഞാൻ ഫാമിലി റിലേറ്റ് ചെയ്ത് എന്ത് ചോദ്യം ചോദിച്ചാലും ആദ്യം തന്നെ എക്സാമ്പിൾ പറയണം മമ്മൂക്കയുടെ പേരാ. ഒരു ഫാമിലി മാൻ എന്നുള്ള നിലയ്ക്ക് എത്ര മാർക്ക് കൊടുക്കും 10-ല്? ആരെനിക്കോ? സ്വന്തമായിട്ട്. എനിക്ക് മാർക്ക് എന്റെ ഭാര്യ, അത് ഇവിടെ പുറത്തു വരിക. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് മമ്മൂക്ക പറഞ്ഞത് ഒരാളുടെ അടുത്ത്, ആസ് എ ഫാമിലി മാൻ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഭാര്യയും മോളുടെ കുട്ടികളും ഒക്കെ ആയിട്ട് ഒരേ വണ്ടിയിൽ യാത്ര ചെയ്യാൻ ഇപ്പോഴും പറ്റുന്നുണ്ടെന്നുള്ളിടത്താണ് ഒരു ഫാമിലി പേഴ്സൺ എന്നുള്ള വിജയം. ഒരു വണ്ടി അപ്പൊ ഒരു സ്കൂട്ടറാണ് എന്ത് ചെയ്യും? ഞാനിവിടെ മുറ്റത്ത് വന്നപ്പോ ഇഷ്ടംപോലെ വലിയ വണ്ടികൾ കിടക്കണുണ്ട്. അല്ല, അതിലല്ല, ഇപ്പൊ എല്ലാവരും കൂടെ കയറാവുന്ന വണ്ടി തന്നെ ഏതെങ്കിലും പോകുന്നല്ലേ. യാത്രകളിലും കൂടെ നമ്മൾ പോകുന്നത് സന്തോഷമല്ലേ. കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതല്ലേ. ഇപ്പൊ എനിക്ക് മാത്രമുള്ള ഒരു കാര്യമല്ലല്ലോ ഇത്. എല്ലാവർക്കും ഭാര്യയുണ്ട്, മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പേരക്കുട്ടികളുണ്ട്, അപ്പൂപ്പന്മാരുണ്ട്, മുത്തശ്ശിയുണ്ട്. അങ്ങനെ എല്ലാവർക്കും ബന്ധങ്ങളുണ്ട്. അതൊക്കെ എല്ലാവരും നിലനിർത്തിക്കൊണ്ടല്ലേ പോരുന്നത്. ഞാനിങ്ങനെ ആയതുകൊണ്ട് ഞാനിങ്ങനെ അത്രേ ഉള്ളൂ. ഇപ്പം ഉച്ചയ്ക്കൊക്കെ ഊണ് കഴിക്കുമ്പോഴൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെ നിർബന്ധമുള്ള ഒരു ആളാണോ? ഇവിടെ എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ നിർബന്ധിച്ചില്ലല്ലോ, എല്ലാവരും ഒന്നിച്ചിരിക്കും. ഒരു ഉച്ചക്ക് 1 മണി 1:30 മണിയൊക്കെ ആകുമ്പോൾ വിശക്കും. നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അത് നിർബന്ധിക്കേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ഇന്നത്തെ കാലത്ത് ഉണ്ടല്ലോ. കാരണം ഇപ്പോൾ ഫാമിലി ടൈം ഒട്ടുമില്ല എന്ന് പറയുന്ന ഒരു ജനറേഷൻ. നമ്മൾ എല്ലാവരും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക, ഓരോരുത്തർ അവരവന്റെ വഴിക്ക്. എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും ഒക്കെ സമയമൊക്കെ കണ്ടെത്തുമോ? എന്ത്, അങ്ങനെ അല്ലാത്തവരുണ്ടോ? ഇഷ്ടംപോലെ വീടുകളുണ്ടല്ലോ. അതൊന്നും എനിക്കറിയാം. തമ്മിൽ സംസാരിക്കൊന്നും ചെയ്യില്ല. ഇല്ല, അവരെല്ലാവരും അവരവരുടെ ലോകത്താവില്ലേ. ഇപ്പം എനിക്കൊക്കെ കൃത്യമായിട്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ അങ്ങനെ കൃത്യമായിട്ട് സമയമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഈ വീട്ടിലൊന്നും അങ്ങനെയാവില്ലല്ലോ. എല്ലാവരും ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെ. ഇവിടെ ഞങ്ങൾ 1-2 ആൾക്കാരെ പുറത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ തന്നെ കാണും. ഇവിടുത്തെ ശാലിനിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. വീട്ടിനകത്ത് സിനിമ ചർച്ചയൊക്കെ നടത്തുമോ? വീട്ടിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പോലെ സിനിമ നമ്മുടെ ജോലി ഇതായതുകൊണ്ട് ചർച്ച ചെയ്യും. അല്ലെങ്കിൽ സിനിമ കാണുന്ന ആൾക്കാരെന്ന നിലയിലും ചർച്ച ചെയ്യാം. അതിന് പ്രത്യേക സമയമൊന്നുമില്ല. ഇറങ്ങണ എല്ലാ സിനിമയും പോയി കാണുമല്ലോ. സിനിമയൊക്കെ ഇവിടെ വരും. പ്രൊജക്ടർ ഉണ്ടല്ലോ അല്ലെ വീട്ടില്. സിനിമ കൊണ്ട് തരും, കാണാം നമുക്ക്. അതിനൊരു സൗകര്യമുണ്ട്, ചെറിയ സൗകര്യം. അത് നമ്മൾക്ക് ഒരു സിനിമയിൽ പ്രധാനിയാണെന്നുള്ള നിലയിൽ ചെയ്ത ഒരു സൗകര്യമാണ് അവർ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊക്കെ കൂടെ ചെയ്തത്. തിയേറ്ററിലൊന്നും പോയി കാണില്ല. അപ്പോൾ തിയേറ്ററിൽ പോയി കാണും. ആൾക്കാർ കൂടില്ലേ? ആളുകൾ കൂടുമ്പോൾ അവർ സിനിമ കാണാനല്ല വരുന്നത്, നമ്മളെ കാണാനല്ലോ. ഞാനും സിനിമ തിയേറ്ററിൽ പോയിട്ട് കുത്തിനാണ്. ഒരു സെലിബ്രിറ്റി ആയിട്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റി ആയിട്ടിരിക്കുന്നത് കൊണ്ടൊരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടങ്ങ് അനുഭവിച്ചാൽ എന്താ കുഴപ്പം? ആങ്കർ ആയിട്ടിരിക്കുകയല്ലേ. ഇപ്പൊ എന്നെ പോലുള്ള ആൾക്കാരെ സഹിക്കേണ്ടി വരുമല്ലോ. ഒരു ജോലിയല്ലേ, അത് സഹിക്കുക, അത്രേ ഉള്ളൂ. അത് ബുദ്ധിമുട്ടാന്ന് പറയുന്നത്. വീട്ടിൽ ആരായിട്ടാണ് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത്? എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക വൈഫായിട്ട് തന്നെയാ? നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഇവിടെ എല്ലാവരുടെ കാര്യം അറിയാം. അങ്ങനെ തുറക്കേണ്ട കാര്യമൊന്നുമില്ല. മമ്മൂക്കയുടെ ഫേസ്ബുക്കിലാണെങ്കിലും ദുൽഖറിന്റെ ഫേസ്ബുക്കിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കാണാറിലാണ് നിങ്ങൾ ഫാമിലി ട്രിപ്പ് അടിക്കുന്നത് ഒക്കെ. അതിനൊക്കെ ഇപ്പൊ കൃത്യമായിട്ട് സമയമൊക്കെ കണ്ടെത്തുമോ എപ്പോഴും? അത് വന്ന് ഭവിക്കുന്നതാണോ? ഒന്നിനും സമയം കൃത്യമായിട്ട് നമുക്ക് ഇപ്പൊ ഈ പരിപാടി ഇപ്പോഴല്ലേ തീരുമാനിച്ചത്. ഇതൊക്കെ എങ്ങനെ നേരത്തെ എങ്ങനെ വന്നു ഭവിക്കുന്നു എന്ന് പറഞ്ഞ പ്രയോഗം തരക്കേടില്ല. ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? നല്ല മലയാളമാണല്ലോ. മോശമല്ലല്ലോ. പേപ്പർ വായിക്കുമോ? ഇത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ജോലിക്ക് പോകുന്നത്? ഇതല്ല എന്റെ ജോലിയുടെ ഭാഗമായിട്ട് വായിക്കുന്നത്. അപ്പൊ ചില പ്രത്യേകതരം വാർത്തകളെ വായിക്കുള്ളൂ. ആരും വിചാരിക്കില്ലല്ലോ ഇങ്ങനെ എന്നെ കൊല്ലുന്നുള്ളത്. ഞാൻ എത്ര ദൂരെ ഇരിക്കുന്നത്, ഞാൻ എന്തെങ്കിലും ചെയ്തോ? ടു ഫാർ വി ആർ. മമ്മൂക്കയോട് പണ്ട് ഭരത് ഗോപി അദ്ദേഹം പറഞ്ഞ ഒരു കോംപ്ലിമെന്റ് ഉണ്ട്. കണ്ണിൽ നോക്കി അഭിനയിക്കുന്ന ആളാണ് മമ്മൂട്ടി. അതേപോലെ തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കസബേല ഹീറോയിൻ വരലക്ഷ്മി പറഞ്ഞു മമ്മൂക്കയുടെ അഭിനയം ഒരു ഇതിഹാസമാണ് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു? പറഞ്ഞതാ ഞാൻ കേട്ടത്. കണ്ടാലങ്ങനെ തോന്നുന്നില്ല. അഭിനയത്തിൽ മമ്മൂക്ക ഒരു ഇതിഹാസമാണ് പറഞ്ഞു. അതിനുള്ള കാരണമൊന്നുമില്ല. ഇപ്പൊ ഭരത് ഗോപി പറഞ്ഞ ആ കോംപ്ലിമെന്റ് കണ്ണിൽ നോക്കി അഭിനയിക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരാളുടെ ഇമോഷൻ അങ്ങോട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇമോട്ട് ചെയ്യുന്ന മുഖത്തെ ഭാഗം ഒരാളുടെ മനസ്സറിയുന്നത് കണ്ണിലൂടെയാണ്. കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താണ് അയാളുടെ മനസ്സിലെന്നുള്ളത്. എന്റെ കണ്ണിൽ നോക്കിയിട്ട് എന്താ മനസ്സിലായി? കണ്ണിൽ ഒന്നുമില്ലെന്ന് മനസ്സിലായി. കണ്ണിലോ അതോ തലക്കകത്തോ?
പക്ഷെ അത്ര ട്രാൻസ്പെറൻ്റ് അല്ല കണ്ണ്, തലയ്ക്കകത്തുള്ളത് കാണാൻ പറ്റില്ല. അല്ല ഞാൻ പറഞ്ഞ കണ്ണാണ് നമ്മുടെ ഏറ്റവും എക്സ്പ്രസീവ് ആയിട്ടുള്ളത്. നമ്മുടെ കണ്ണുകൊണ്ട് എല്ലാ ഭാവങ്ങളും നമ്മുടെ മുഖത്ത് വരും. കണ്ണ് തുറക്കുമോ? കണ്ണൊന്ന് തുറന്നേ, നല്ലോണം തുറക്കും. എനിക്ക് കണ്ണു വേദിക്കോ? ഇങ്ങനെ തുറക്കുന്നതാണ് നല്ലോണം. മതിയോ? ഒന്ന് നോക്കി, എൻ്റെ കണ്ണിട്ട് നോക്കൂ. എന്താ മനസ്സിലായേ? പീഡിപ്പിക്കരുത് എന്നെ, കിട്ടാൻ നോക്കി. ഒന്നും കിട്ടിയില്ലല്ലോ. ഒന്നും കിട്ടിയില്ല. വേണ്ട പോട്ടെ, പറയൂ. ഞാൻ പറയുന്നത് ഇല്ല, പറയൂ. ശരിയല്ലല്ലോ, ഇത് പറ്റില്ല കേട്ടോ. ശരി, ഇന്ന് തൽക്കാലം ഞാൻ വിട്ടു. ഇപ്പോഴും ഗോപി സാർ പറഞ്ഞ ആ ഒരു കോംപ്ലിമെന്റ്. ഗോപി സാറിന്റെ പടത്തിൽ ഞാൻ അഭിനയിക്കുമ്പോൾ ഞങ്ങൾ കണ്ണിൽ നോക്കി അഭിനയിക്കുന്നതാണ്. അത് കണ്ണിൽ നോക്കി അഭിനയിക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ട് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അതാണ് പുള്ളി നോട്ടീസ് ചെയ്തത്. കണ്ണിൽ നോക്കി അഭിനയിക്കുന്നത്, കണ്ണ് ചിലപ്പോൾ നമ്മൾ താങ്ങൂല. കണ്ണ് ചിലപ്പോൾ ഒരാളുടെ കണ്ണിൽ നോക്കുമ്പോൾ മുഖത്ത് നോക്കാൻ അങ്ങനെ ഉണ്ടല്ലോ, സർവൈവ് ചെയ്യാൻ പറ്റില്ല ചില സമയത്ത് ആ ലുക്ക്. അപ്പോൾ അങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്നതാണ്. മറ്റേ ആൾ അത് കോൺട്രിബ്യൂട്ട് ചെയ്യും, ആ ആക്ടിങ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും, നമ്മുടെ പുള്ളിക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഇമോഷണൽ എക്സ്ചേഞ്ച് വളരെ എളുപ്പമാകുന്നത് കണ്ണിൽ നോക്കി അഭിനയിക്കുമ്പോഴാണ്. പക്ഷേ നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ ആൾക്കാർ ചുണ്ടത്താണ് നോക്കുന്നത്, കാരണം ചുണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഇത്ര നേരം മമ്മൂക്കയുടെ കണ്ണിൽ നോക്കിയാ സംസാരിച്ചേ. ചുമ്മാ സത്യം. എന്തെങ്കിലും സമ്മതിച്ചു. ഇതുപോലെ കിട്ടിയിരിക്കുന്ന ഓർത്തിരിക്കുന്ന വേറെ ഏത് കോംപ്ലിമെന്റ്സ് ഉള്ളത്? ഈ പറഞ്ഞ കോംപ്ലിമെന്റും എന്നോട് പറഞ്ഞതല്ല, വേറെ എവിടെയോ പറഞ്ഞതാണ്. അല്ലാതെ എന്നോട് അങ്ങനെ കോംപ്ലിമെന്റ് ഒന്നും പറയല്ലേ. പേടി എല്ലാവർക്കും പേടിയായിട്ടല്ല, ഒന്നും വലിയ കോംപ്ലിമെന്റ് ചെയ്യാനുണ്ടാവില്ല, അത്രേ ഉള്ളൂ. എന്ന് ചോദിക്കട്ടെ, അഭിനയം അല്ലാണ്ട് ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ്സ് കിട്ടിയിരിക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിട്ടാ? ജാട കോംപ്ലിമെന്റ് കിട്ടിയതാ? ജാടക്കാരാണ്, ഭയങ്കര ജാടയാന്ന് പറയുന്നത് എല്ലാവരും പറയും. എനിക്കറിഞ്ഞോളൂ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണേ ഈ അഭിപ്രായം. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഞാൻ അതൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അത് സിനിമയിലുള്ളവർ മാത്രമേ പറയുള്ളൂ, അത് പുറത്തുള്ളവർ? എല്ലാവരും സിനിമയിലുള്ളവർ കുറച്ചേ പറയുള്ളൂ, പുറത്തുള്ള ആൾക്കാർ മുഴുവൻ ജാടയെന്ന് പറയണം. ഒത്തിരി തന്നിട്ടില്ല അല്ലേ? അല്ല, ജാട എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒന്ന് നോക്കിയാൽ എന്താന്ന്? ശബ്ദധാരാവലി എവിടെയെങ്കിലും പോയിട്ട് അഹങ്കാരം എന്നാണോ? നോക്ക്, തലക്കനം നോക്ക്. ഞാൻ കൊണ്ടുവന്നില്ലേ ശബ്ദധാരാവലി? ജാടാന്ന് മാത്രമേ പറയുള്ളൂ, അപ്പൊ തലക്കനം എന്നൊന്നും പറയില്ലേ? ജാട എന്ന് പറയുന്നത് ജാടയെന്നല്ല ആൾക്കാർ പറയുന്നത്, ഭയങ്കര ജാടയെന്നല്ല, അത് ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, ജാട. അപ്പോഴീ ജാട എന്ന് പറഞ്ഞ വാക്കിന്റെ കൃത്യമായിട്ടുള്ള അർത്ഥം അറിയില്ലായിരുന്നേ. അന്യരെ കബളിപ്പിക്കാനുള്ള സാമർഥ്യം, വഞ്ചനയോട് കൂടിയ പെരുമാറ്റം, കാപട്യം നിറഞ്ഞ വാക്ക്, കൗശലപ്രയോഗം, പൊങ്ങച്ചൻ, തട്ടിപ്പ്, ഇതൊക്കെയാണ് ശബ്ദധാരാവലിയിൽ ജാട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇതൊന്നും അല്ലാത്ത ഒരാളാണ് മമ്മൂക്കാന്ന് ഞാൻ ഇവിടെ എഴുതി ഒപ്പിട്ട് തരാം ഇത്രയും നേരം കൊണ്ട്. ഞാനൊരു പാവമായിട്ടല്ലേ? പിന്നെ അല്ല. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. തിരക്കിനിടയിലും ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഒരാളാന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഫാമിലിയിലെ എല്ലാവരുടെ ബർത്ത്ഡേസ് ഒക്കെ ഓർമ്മയുണ്ടോ? എന്നെ ചുറ്റിക്കല്ലേ എന്ന് പറഞ്ഞു. ഈ വൈഫിന്റെ ബർത്ത്ഡേ ഓർമ്മയുണ്ട? അതെങ്കിലും പറ. വൈഫിന്റെ ബർത്ത്ഡേ May 4th. ദുൽഖറിന്റെയോ? ദുൽഖറിന്റെ ജൂലൈ. ദുൽഖറിന്റെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാട്ടോ. എനിക്ക് വല്ല ജൂലൈ ആണെന്ന് തോന്നുന്നു. ജൂലൈ അല്ല, ദുൽഖറിന്റെ കൃത്യമായിട്ട് ഓർമ്മയില്ല. ജൂലൈ മാസത്തിലാണ്. ചുറ്റിക്കരുത്, അതും അവൾക്ക് ഏപ്രിലാണ്. ദുൽഖറിന്റെ ഓർമ്മയില്ല അല്ലേ? ഡേറ്റ് ജൂലൈ ആണെന്ന് എൻ്റെ ഓർമ്മ. ജൂലൈ 28. എനിക്ക് പൊതുവെ ബർത്ത്ഡേ എന്ന് ഓർത്തിരിക്കുന്ന ആളല്ലേ. എന്റെ ബർത്ത്ഡേ തന്നെ ആൾക്കാർ ഈ പറയുന്ന പോലെ അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നത്. വിളിച്ച് വിഷയൊക്കെ ചെയ്യോ? ഓർമ്മയുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കോ? ഓ, വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കണം. നല്ല സർപ്രൈസ് ആയിട്ട് ഒരു ബൊക്കെ ഒക്കെ വലിയ സന്തോഷമല്ലേ? അങ്ങനത്ര വലിയൊരു ഉപചാരങ്ങളൊന്നും നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ? വീട്ടിലെ അച്ഛനും മക്കളും തമ്മിൽ എന്തിനാ അങ്ങനെ? ദുൽഖറിന്റെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞാണ് ദുൽഖറിന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ വാപ്പച്ചിയാന്ന്. അപ്പൊ മമ്മൂക്ക അങ്ങനെ ജീവിതത്തിൽ ഫോളോ ചെയ്യണ വല്ല ഇൻസ്പിറേഷണൽ കോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഈ വലിയ വലിയ ആൾക്കാരുടെ ഇന്റർവ്യൂല് ഞാൻ കേട്ടിട്ടുണ്ട്, അവർ പറയും. അങ്ങനെയൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അങ്ങനെയൊന്നും ഫോളോ ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ ഫോളോ ചെയ്തിട്ട് ഓർമ്മയില്ല. ഇൻസ്പിറേഷണൽ കോട്ട് വെച്ച് ആരെങ്കിലും അതിന്റെ പുറകെ പോകുമോ? ചോദിച്ചേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ, ഞാനും ചോദിച്ചതേ ഉള്ളൂ. പോവോ? എനിക്ക് അങ്ങനെ ഇൻസ്പിറേഷണൽ കോട്ടൊന്നുമില്ല. പിന്നെന്താ പാവപ്പെട്ട നമ്മളെ മാത്രം ഉപദ്രവിക്കുന്നു. ഇപ്പൊ കോംപ്ലിമെന്റ്സ് കുറെ കിട്ടിയാലും പറഞ്ഞില്ലേ, ആർക്കെങ്കിലും അങ്ങോട്ട് കാര്യമായിട്ട് ഒരു കോംപ്ലിമെന്റ് കൊടുത്തായിട്ടെങ്കിലും ഓർമ്മയുണ്ടോ? എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ എത്ര തന്നു? എനിക്കോ? അയ്യോ, ഞാൻ കേട്ടില്ല. കേട്ടില്ലേ? എന്ത് ബുദ്ധിയുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നെ കളിയാക്കി കൊല്ലായിരുന്നു ഇവിടെ ഇരുന്നിട്ട്. ഞാൻ കോംപ്ലിമെന്റ് പറഞ്ഞാൽ ഇപ്പൊ എല്ലാം സത്യമാണെന്നുണ്ടോ? വേണ്ടായിരുന്നു. ഇപ്പം 2 സിനിമകളുടെ അതിൽ ഭാസ്കർ റാസ്കലിൽ പറയേണ്ടത് റേഡിയോയിലെ ആളുകൾ തീരെ ശരിയല്ലാന്ന്, അതുപോലെ പുതിയ നിയമത്തിൽ പറയേണ്ടത് തുടങ്ങി കലവില്ലാന്ന്. സത്യമായിട്ട് റേഡിയോ ഇഷ്ടമല്ല? ഞാൻ ഒരുപാട് റേഡിയോ കേൾക്കുന്ന ആളാണ്. കലവില എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്റെ ഡയലോഗാണ്. അതൊക്കെ അവിടെ എഴുതി വെച്ച ഡയലോഗല്ലേ. റേഡിയോയിൽ ചില കലവിലക്കാരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം TV ആണോ റേഡിയോ ആണോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണ മാധ്യമം? TV ഉള്ളത് TV ഇല്ലാത്തത് റേഡിയോ. ഏതാ? കാണാനാണോ കേൾക്കാനാണോ ഏറ്റവും ഇഷ്ടം? TV കേൾക്കും, റേഡിയോ കാണും. രണ്ടും ചെയ്യില്ലാന്ന്. രണ്ടും ചെയ്യും. ഇപ്പൊ കുറച്ചുകൂടി ജനകീയാണല്ലോ പോലീസുകാരൻ. മുന്നേയൊക്കെ സാധാരണക്കാർക്ക് പോലീസ് എന്ന് പറയുമ്പോൾ സിനിമയിലൂടെ അവർ കണ്ടിട്ടില്ലേ പോലീസുകാരെയൊക്കെ. പോലീസുകാരെന്ന് പറയുമ്പോൾ നമുക്കൊരു രൂപമൊക്കെ ഉണ്ട്, മീശയൊക്കെ പിരിച്ച് നല്ല സ്റ്റൈലായിട്ടൊക്കെ നടന്നു, അധികം ചിരിക്കൊന്നുമില്ല, അങ്ങനെയൊക്കെ. പോലീസുകാരെ അപ്പൊ റോട്ടിലൊന്നും വെച്ച ആൾക്കാർ കണ്ടിട്ടില്ലേ? സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല, ഒരു സങ്കല്പം നമുക്ക് അങ്ങനെയല്ലോ. അതുകൊണ്ടാണല്ലോ പോലീസുകാരെ എല്ലാവർക്കും ഭയങ്കര പേടി. സിനിമയിലാണ് വരുന്നതിന് മുമ്പേ പോലീസില്ലേ? അതൊക്കെ ഉണ്ട്, പക്ഷെ സിനിമയിൽ കൂടെ അല്ലേ നമ്മൾ കുറച്ചുകൂടി ആൾക്കാരെ. അതുകൊണ്ടാണല്ലോ സിനിമയിലെ പോലീസുകാരൊക്കെ വളരെ പലരും നല്ല ആൾക്കാരല്ലേ. എന്നാലും ഇപ്പൊ നായകൻ പോലീസ് ആണെങ്കിൽ മര്യാദക്കാരനായിരിക്കും, വില്ലനാകുമ്പോഴേ കുഴപ്പമുള്ളൂ.
ഈ കസബേല പോലീസ് എങ്ങനെ? കസബര പോലീസ് രണ്ടും കൂടെ ചേർന്ന വില്ലത്തരമുണ്ട്, തല്ലുള്ളിയാണ്, എന്നാ നായകനാണ്. അതിന്റെ കഥയൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇനിയിപ്പോൾ ആൾക്കാർ വേറെ കഥയുണ്ടാക്കി സ്റ്റോറിയാക്കും. വേണ്ട എന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഇപ്പൊ കേരള കർണാടക ബോർഡറിൽ കേസ് അന്വേഷിക്കാൻ വരുന്ന CI അല്ലേ, CI രാജൻ സക്രിയ അല്ലേ? സ്ലാങ് ഒക്കെ പിടിച്ചിട്ടുണ്ടോ? സ്ലാങ് അയാൾ അവിടെ കയറാനല്ലോ, അയാൾ ഇവിടെ ഉള്ള ആളാണ്, അയാള് കോട്ടയം ഭാഗത്തൊക്കെ ഉള്ള ആളാണ്. അപ്പൊ കോട്ടയം സ്ലാങ് പിടിച്ചിരിക്കണേ? അങ്ങനെ സ്ലാങ് ഒന്നും പ്രത്യേകിച്ച് പിടിച്ചിട്ടില്ല, ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ ഉപയോഗിച്ചെന്നുള്ളൂ. ചെറിയ സ്ലാങ് ഉണ്ട് താനും, ഇല്ലെന്ന് പറയാൻ ഒക്കൂല. കുറെ സിനിമകളിൽ സ്ലാങ് പിടിച്ചിട്ടുണ്ടല്ലോ, ഇതിൽ പിടിക്കാൻ എളുപ്പമുള്ള സ്ലാങ് ഏതാന്ന് തോന്നിയിട്ടില്ല? സ്ലാങ് ഉപയോഗിക്കാൻ എല്ലാം ബുദ്ധിമുട്ടാണ്. നമുക്ക് ഏറ്റവും എളുപ്പം ഇപ്പൊ നമുക്ക് തന്നെ ഒരു ഭാഷ ഇല്ലാത്ത അവസ്ഥയായി പലതും പറഞ്ഞു. കുറെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ ഇതിൽ എളുപ്പമായി. ഞാനൊരു മധ്യ തിരുവിതാംകൂറുകാരനാണ്, അപ്പൊ എനിക്ക് സാധാരണ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന ഭാഷ പറയാനാണ് ഏറ്റവും എളുപ്പം. ടഫായിട്ട് തോന്നിയതോ? എല്ലാം ടഫാണ്. ഇപ്പൊ രാജമാണിക്യത്തിന്റെ ഒരു തിരുവനന്തപുരം ഭാഷയൊന്നുമല്ല, തിരുവനന്തപുരത്ത് അങ്ങനെ ഭാഷ പറയുന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 40 സ്ഥലത്ത് 40 ഭാഷ പറയുന്നതാണ്. പക്ഷെ നമ്മളൊരു തമാശയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു ഭാഷ ഉപയോഗിച്ച ആൾക്കാർക്ക് കേൾക്കുമ്പോൾ രസമുണ്ട്. പല സ്ഥലത്ത് പറയുന്ന ആണ് തിരുവനന്തപുരം ഭാഷയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതില് ടഫായിട്ടുള്ള ഏതാ തോന്നിയിട്ടില്ല? അങ്ങനെ ബുദ്ധിമുട്ടിയതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മള് ബുദ്ധിമുട്ടില്ല, ശ്രമങ്ങളല്ലേ ഉള്ളൂ. കാസർഗോഡ് പറഞ്ഞിട്ടില്ല. കാസർഗോഡ് ഭാഷ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, നമുക്ക് ഭയങ്കര പാടായിരിക്കും മനസ്സിലാവും. അപ്പൊ പിന്നെ അതിനകത്ത് മായം ചേർക്കും, അപ്പൊ അതിൻ്റെ അകത്തൊരു സത്യസന്ധത ഉണ്ടാവില്ല. അങ്ങനെ സംഭവിക്കാം. അപ്പൊ ചെയ്തതിൽ വെച്ച് ഏറ്റവും ടഫ് എന്ന് പറയാനൊന്നുമില്ല, എല്ലാം എളുപ്പമായിരുന്നു. എങ്ങനെ വേണമെങ്കിലും പറയാം. ഈ കസബയുടെ ഫേസ്ബുക്ക് പേജിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ട 3 പോസ്റ്റേഴ്സ് ഉണ്ട്. ആദ്യത്തെ ഒന്ന് ജീപ്പിന്റെ മുന്നിൽ നിൽക്കുന്ന മമ്മൂക്ക, രണ്ടാമത്തേത് കുറെ പെൺകുട്ടികൾ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ആരാധനയോടുകൂടി നോക്കിയിട്ട് നമുക്കൊരു ഇരട്ടക്കുഴൽ തോക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകണം, സൈഡിലോട്ടൊക്കെ നോക്കിയിട്ട്. മൂന്നാമത്തെ ഒരെണ്ണം ബാൻഡ് മേളത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ജീപ്പിൽ ചാരി നിൽക്കണ ഒരെണ്ണം, മൂന്നിലും ചിരിക്കാത്ത. ഇതിലേത് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്റർ? അത് 3 പോസ്റ്ററാണ്, സിനിമയിൽ അങ്ങനത്തെ സീനൊന്നുമില്ല. അല്ല, എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്റർ ഏതാ? ജീപ്പിന്റെ മുമ്പിൽ ഇയാൾ ഇരിക്കുന്നില്ല, ആ ജീപ്പിൽ ചാരി കുറെ പെണ്ണുങ്ങൾ, അതൊന്നും അങ്ങനെ സീനൊന്നുമില്ല. ഞാനിപ്പോ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയില്ല ഞാൻ ഓരോന്ന് അല്ല, വേറെ ഒന്നുണ്ട്, സ്വന്തം സിനിമയാണല്ലോ, അപ്പൊ ഇന്നതാ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റർ ഉണ്ടാക്കിയവർക്ക് സങ്കടം വരും. അതാണ് പോയിന്റ്. ഞാനും ലോ പോയിന്റ് ഒക്കെ കുറെ പഠിച്ചിട്ടാ വന്നത്. ലോ പോയിന്റ് മാത്രമേ പഠിച്ചിട്ടുള്ള? വക്കീലിനോടല്ലേ സംസാരിക്കണത്. ഓഹോ, നോട പറയോ? പറയുമെന്ന് ഈ പറഞ്ഞതൊക്കെ പിന്നെ എന്താന്ന് വിചാരിക്കുന്നത്. ശരി, ഈ കസബയുടെ കുറെ ട്രോളുകൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോ നമുക്ക് പറഞ്ഞു, ഓ ഇതൊക്കെ ഭയങ്കര സ്പിരിറ്റിൽ ഞാൻ എടുത്തു എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നും പറഞ്ഞ് വേറെ ട്രോൾ വന്നു. എന്ന് ചോദിച്ചിട്ട് ഈ ട്രോൾ ഇറങ്ങിയപ്പോ ശരിക്കും ദേഷ്യം വന്ന? നമ്മൾ ശീലിച്ചല്ലേ, നമ്മള് മറ്റുള്ളവരെ പറ്റി കാണുമ്പോൾ നമുക്ക് ചിരി വരില്ലേ? അപ്പൊ പിന്നെ നമ്മളെ പറ്റി കാണുമ്പോൾ നമ്മൾ ആ സ്പിരിറ്റിൽ എടുക്കണം. അതിനെയൊക്കെ നിഷേധിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് വരും. അപ്പൊ പിന്നെ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത്. ഇന്നത്തെ ഒരു കാർട്ടൂൺ ഒരു സോഷ്യൽ ക്രിറ്റിസിസം ആണത്, ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ക്രിറ്റിസിസം ആണത്. അത് വരുന്നതിൽ എന്താ തെറ്റ്? അത് നമ്മൾ വേണ്ടെന്ന് വെച്ചാലും വരും. കാരണം ഇത് എഴുതുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല, അവരിഷ്ടം പോലെ ചെയ്യും. നമ്മൾ ചായക്കടകളിൽ ഇരുന്ന് പറയുന്നതും പണ്ട് വഴിയെന്ന് പറഞ്ഞാലും കൂട്ടുകാരുടെ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ അത് എല്ലാവർക്കും കൂടെ കേൾക്കാവുന്ന ഒരു അവസരം ഉണ്ടാകുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫലിതങ്ങളും ഇങ്ങനെയുള്ള തമാശകളും ഇതിനൊക്കെയുള്ള ഫണ്ണുകളും ഒക്കെ കുറച്ചുകൂടെ ജനകീയമാകുകയല്ലേ ഇത്. അപ്പോൾ അതിന് നമ്മൾ കണ്ടില്ലെന്ന് അടിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് സിനിമയുടെ പോപ്പുലാരിറ്റിക്ക് സഹായിച്ചില്ലേ? പോപ്പുലാരിറ്റിക്ക് സഹായിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. നിതിൻ പറഞ്ഞു കസബയുടെ സംവിധായകൻ അതേ ഉണ്ടായിരിക്കാം. അങ്ങനെ ഇപ്പം നമുക്ക് നല്ല കമന്റ്സ് മാത്രം ഇടും. അപ്പം നമ്മൾ ഒരുപാട് നല്ല കമന്റ്സ് വരുന്നില്ലേ, അതൊക്കെ കൂടെ നമ്മൾ ഷെയർ ചെയ്യില്ലേ. അപ്പോൾ മോശം എടുക്കണം, ഇത് മോശമായിട്ട് കാണണ്ടെന്നേ. ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് പേജിൽ 13 ട്രോളുകളാണ് ഷെയർ ചെയ്തത്. അതിൽ ഏറ്റവും ചിരിച്ചത് ഏതാണ് കണ്ടിട്ടാ? ആദ്യത്തെ ട്രോള് തന്നെ ഒരു 10-15 വന്നില്ല ആ ഫോട്ടോയുടെ. പിന്നെ ഏറ്റവും അവസാനം ഇത് നമ്മളെ വെച്ചല്ല, അപ്പൊ ആ ഗ്യാപ്പിലേക്ക് ഒരാൾ ഇനി കൊണ്ടുവന്ന് വെച്ചേക്കണം തിരിച്ചു കൊണ്ടുവന്ന് വെക്കണം, ആവശ്യം കഴിഞ്ഞാൽ കുറിച്ച് കൊണ്ടുവന്ന് വെച്ചേക്കണം ഒരു ട്രോൾ ഉണ്ട്. നമ്മൾ വിട്ടതല്ല, അത് വേറെ ആരും വിട്ടതാണ്. അതെനിക്ക് തിരക്കുള്ളതെന്ന് തോന്നുന്നു. എനിക്ക് അതേ ഇഷ്ടപ്പെട്ടെ. താങ്ക് യു. ഞാൻ 5 വാക്കുകൾ പറയും. ഈ 5 വാക്ക് ഓരോന്ന് പറയുമ്പോൾ എന്താണോ മനസ്സിൽ ആദ്യം വരുന്നത്? ചിലപ്പോൾ ഒരാളുടെ മുഖമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കാം. പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വന്തം മുഖം ഓർമ്മ വരുന്നില്ലേ? സ്വന്തം മുഖം എന്തിനാ ഓർക്കുന്ന വാക്ക് പറയുമ്പോൾ എന്റെ മുഖം ഓർമ്മ വരുന്നുണ്ടോ? പിന്നെ വെച്ചോ. അയ്യോ, ചുളുവിനൊരു കോംപ്ലിമെന്റ് അടിച്ചെടുത്തു. കൂളിംഗ് ഗ്ലാസ് എന്ന് പറയുമ്പോഴോ അതിപ്പോ എന്റെ ഓർമ്മ വെച്ചോളൂ. ഒത്തിരി പേര് കൂളിംഗ് ഗ്ലാസ് വെക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നതുണ്ടല്ലോ, മുഖമല്ല, ടിനി ടോം ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗാ, മമ്മൂട്ടിക്ക് ഒരുപാട് ചീത്തപ്പേര് ഉണ്ടാക്കി കൊടുത്ത സാധനമാണിതെന്ന്. അതുകൊള്ളാം. പക്ഷേ ലോകത്ത് ഈ കമ്പനികൾ എത്രയോ കമ്പനികളുണ്ട്, ഒരുപാട് മെൻസ്വെയർ കമ്പനികളുണ്ട്. അവരെല്ലാവരും കൂളിംഗ് ഗ്ലാസ് ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം എനിക്ക് വേണ്ടിയാണ്. വേറെ ആരും കൂളിംഗ് ഗ്ലാസ് ലോകത്ത് വെക്കാറില്ല. അതറിയോ? ഞാൻ മാത്രമേ വെക്കാറുള്ളൂ. എനിക്ക് വേണ്ടി ഇവരെല്ലാം ഉണ്ടാക്കുന്നു. ആരോടും പറയണ്ട. ഇല്ല, കുറെ കളക്ഷൻ ഉണ്ടോ? കളക്ഷൻ എന്ത് കളക്ട് ചെയ്യുന്നതിന് ഇടക്കിടക്ക് ഒരെണ്ണം വാങ്ങിച്ചു വെക്കുന്നുള്ളത്. കളക്ട് ചെയ്ത് എന്തിനാ? എന്നാ പറയാ, എത്ര ഷെയ്ഡ്സ് ഇപ്പൊ കയ്യിലുണ്ട്? അതൊന്നും പറയാൻ പറ്റില്ല. 100 ഉണ്ടോ? എന്തിനാ ഇപ്പൊ ഈ കണക്ക്? നമുക്ക് റേഞ്ച് എടുക്കാം, 10 to 100, അല്ല 50 to 100. ഒരെണ്ണം എന്തെങ്കിലും മൊഴിയൂ. പാസ്. അടുത്ത ട്രോൾ ഇറങ്ങും, അതുകൊണ്ടാ. ശരി, ട്രോൾ എന്ന് പറയുമ്പോഴോ? ഇപ്പൊ ഈ നമ്മുടെ ഈ പടത്തിന്റെ ട്രോളായിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്. സ്റ്റേറ്റ് അവാർഡ് എന്ന് കേൾക്കുമ്പോഴോ?
സ്റ്റേറ്റ് അവാർഡ് എന്ന് കേൾക്കുമ്പോൾ സ്റ്റേറ്റ് അവാർഡ് എന്നല്ലാണ്ട് വേറെ എന്താ തോന്നുന്നത്? എന്താ ഓർമ്മ വരാ? സ്റ്റേറ്റ് അവാർഡ് തന്നെ ഓർമ്മ വരുള്ളൂ. അതിന്റെ ശില്പാണ് ഓർമ്മ വരാ? അത് ഓർമ്മ വരാം. ഞാൻ വിചാരിച്ചു ദുൽഖറിന്റെ മുഖം വല്ലതും പറയുന്നു. എന്തിനാ അവന് ദുൽഖറിനല്ലേ ഇപ്പൊ കിട്ടിയത്? അതുകൊണ്ടെന്താ? അല്ലെങ്കിൽ സ്വന്തം മുഖം പറയുന്നു. വേറെ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? എന്നാൽ അവനവനല്ലേ ആദ്യം ഓർമ്മ വരാ. നമ്മളെ എങ്ങനെ നമ്മൾ ഓർക്കുന്നത്? ഇപ്പൊ റേഡിയോ ജോക്കി എന്ന് പറയുമ്പോ എനിക്ക് എന്റെ മുഖം ഓർമ്മ വരാ. ചുമ്മാ സത്യം വേറെ എത്ര നല്ല ജോക്കുകളുണ്ട് ഓർക്കാൻ. ചോദിക്കണ്ടായിരുന്നു. ശരിയല്ലേ? അത്ര ഓക്കെ അല്ലേ? ആൾക്ക് ഇഷ്ടപ്പെടില്ലേ? മെഗാസ്റ്റാർ എന്ന് പറയുമ്പോ ചിരഞ്ജീവി. ചുമ്മാ ആണോ? മെഗാസ്റ്റാർ ചിരഞ്ജീവി എന്നാ പുള്ളി വിളിക്കുന്നത്. അപ്പൊ മമ്മൂക്കൻ അങ്ങനെ തന്നെയല്ലേ വിളിക്കുന്നത്? എന്നെ ചില ചീത്ത വിളിക്കുന്ന ഭയങ്കര വിനയല്ലേ? വേണോ കുറച്ച്? അതെ, മലയാള സിനിമയിൽ ഒരു പോലീസ് വേഷം എന്ന് സംവിധായകൻ മനസ്സിൽ കുറിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ടോപ്പ് ലിസ്റ്റിൽ വരുന്ന 2-3 നടന്മാരുണ്ടാവില്ലേ, അതിലാദ്യം വരുന്ന പേര് തീർച്ചയായിട്ടും സാക്ഷാൽ മമ്മൂട്ടി, മമ്മൂക്ക. സോ മമ്മൂക്ക, ഞാനേ ഇവിടെ വന്നപ്പോ സ്പോട്ട്ലൈറ്റിൽ വന്നപ്പോ ആദ്യം തന്നെ പറഞ്ഞത് അയ്യോ ഞാൻ കുറെ പേടിച്ചിട്ടാ വന്നേന്ന്. പക്ഷെ മമ്മൂക്ക് എന്റെ അടുത്ത് പറഞ്ഞല്ലോ ഞാൻ കഴിയുമ്പോ ശരിയാവുന്ന. ശരിയല്ലേ? സത്യം കേട്ടോ. ശരിയല്ലേ? അത്ര ഓക്കെ അല്ലേ? അപ്പൊ താങ്ക് യു കേട്ടോ. സന്തോഷമായില്ലേ? താങ്ക് യു. ശരി, എന്താ പറയൂ, അടുത്ത സിനിമയെ കുറിച്ച് പറയുന്നത് വൈറ്റ് ഇറങ്ങാനുണ്ട്. വൈറ്റ് ഇറങ്ങട്ടെ, വൈറ്റ് ഇപ്പൊ കഴിയട്ടെ. വൈറ്റ് നമുക്കൊന്ന് കലക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആണോ? വീണ്ടും താങ്ക് യു. അപ്പൊ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ഞാൻ വരുന്നത് വൈറ്റിന് വേണ്ടിയിട്ടായിരിക്കോ അതോ തോപ്പിൽ ജോപ്പിന് വേണ്ടിയിട്ടായിരിക്കോ? തീരുമാനിച്ചോളൂ. എനിക്ക് ഇപ്പോഴും തോപ്പിൽ ജോപ്പൻ എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. എന്തായാലും പേര് ഓർമ്മയുണ്ടല്ലോ. തോപ്പിൽ ജോപ്പൻ എന്നുള്ള പേര് ആ കഥയിൽ 2-3 കഥാപാത്രങ്ങൾ രണ്ടും കൂടെ ചേർത്താ വിളിക്കുന്നത്. എങ്ങനെ? തോപ്പിൽ ജോപ്പൻ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ചേർത്ത് ഒരു പേര് വിളിക്കും. തോപ്പൻ അങ്ങനെ വിളിക്കുന്നുണ്ട്. തോപ്പാന്ന് വിളിക്കും. അതിന്റെ റിലീസ് ഒക്കെ എപ്പോഴാ? അത് പക്ഷേ ഇനിയിപ്പോ ഓണോ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ആ സമയത്ത് ഒന്നുകൂടി കാണാം. തീർച്ചയായിട്ടും. അപ്പൊ മമ്മൂക്ക, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് കസബയ്ക്ക്. താങ്ക് യു. അപ്പൊ അടുത്ത ആഴ്ച അടുത്ത ഗസ്റ്റുമായിട്ട് വീണ്ടും കാണാം. ആൻഡ് ദിസ് ഇസ് മീ ശാലിനി.